നമസ്കാരം. ഇന്ന് വെറൈറ്റി സ്റ്റിച്ചിങ്ങിൽ യൂണിഫോം ഷിമ്മി തയ്ക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ യൂണിഫോം ഷിമ്മിയാണ്. നമുക്കത് എങ്ങനെയാണ് തയ്ക്കണമെന്ന് നോക്കാം. ഇത് തേരിറക്കമായി 4ആയി മടക്കി ഞാൻ തുണി ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളിങ്ങനെ ഇട്ടിട്ട് അതിന് ചെസ്റ്റ് വണ്ണം കിട്ടുമെന്ന് നോക്കണം. നെഞ്ച് വണ്ണം നമുക്ക് ഇവിടെ അളക്കുമ്പോൾ കിട്ടുമെന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ നോക്കണം. അപ്പോൾ ആ കുട്ടിയുടെ വൺ സൈഡ് വേണമെന്ന് പറഞ്ഞാൽ 21.5 ഇഞ്ചാണ്. ഞാൻ ഇതൊരു യൂണിഫോമിൽ നിന്ന് അളവെടുത്തതാണ്. ആ 21.5 ഇഞ്ചിൻ്റെ 4 നമുക്ക് കാണാം. 21.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി 3 ഇഞ്ചും കൂടെ കൂട്ടി 24.5 ഇഞ്ച് വണ്ണം എടുക്കുക. 24.5 ഇഞ്ചിൻ്റെ 4 നമുക്ക് ആ കുട്ടിയുടെ ചെസ്റ്റ് വണ്ണമായി കണക്കാക്കാം. 24.5 ഇഞ്ചിൻ്റെ 4 6. പിന്നെ നമുക്കൊരു ഇത്രേ വരുള്ളൂ. പിന്നെ തയ്യൽത്തുമ്പ് കൊടുക്കണം. 2 ഇഞ്ച് കൊടുത്താലും ഒരുപാട് കൂടുതൽ നമുക്ക് കിട്ടും. നമുക്ക് ലെങ്ത് എടുക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. തയ്യൽത്തുമ്പ് താഴെ മേളിലും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഒരു 1 ഇഞ്ച് കൂടുതലിടുന്നുണ്ട്. അപ്പോൾ 12 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ 10.5 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 5.25. 5.25 നിന്ന് അര കുറച്ചാൽ നമുക്ക് 4.25. 4.25 ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. താഴേക്ക് അതേപോലെ കൈക്കുഴി 4.25 അടയാളപ്പെടുത്തി കൊടുക്കുന്നു. 4.25 വരച്ചെടുക്കാം. ആംഹോൾ 11.5 ഇഞ്ചാണ്. അപ്പോൾ ചെസ്റ്റ് വണ്ണം കണക്കാക്കിയത് 6 ഇഞ്ച്. ഒരു പോയിന്റ് ഉണ്ട്, അത് നമുക്ക് 6.25 ഇട്ട് കൊടുക്കാം. തീരെ കുറയണ്ട. നമ്മളിവിടെ 2 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ 1.5 ഇഞ്ച് എടുക്കുള്ളൂ. തുണി ആവശ്യത്തിനുണ്ട്. നമ്മൾ 2 ഇഞ്ച് ഇട്ട് കൊടുക്കുക. എന്നാന്ന് വെച്ചാൽ ചെറിയ കുട്ടിയാണ്. നമ്മൾ തയ്ച്ച് വരുമ്പോൾ ആംഹോളൊന്നും എത്താതിരിക്കും. എന്തെങ്കിലും ഇത് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തിരി കൂട്ടിയിട്ട് കൊടുക്കുന്നത്, 1/2 ഇഞ്ച്. അതിനുശേഷം നമുക്ക് ആംഹോൾ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. അഞ്ചേ മുക്കാൽ കിട്ടുന്നുണ്ട്. താഴത്തെ വണ്ണം 20.5 ഇഞ്ചാണ്. 20 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് കൂട്ടുന്നുണ്ട്. 22.5 ഇഞ്ച്. അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് ഇവിടുത്തെ വണ്ണം നമുക്ക് കിട്ടുക. അഞ്ച് ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ അളവ് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ചാണ്.
2.25 ഇഞ്ചാണ് കഴുത്ത് അകലം കൊടുക്കുന്നത്. പിന്നെ ഇതിങ്ങനെ നേരെ തന്നെ ഒന്ന് വെട്ടിയെടുക്കാം. മാറ്റി വെക്കാം. എന്തായി എടുക്കാം. ചീത്ത വശം നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ 2.25 ഇഞ്ച് ബാക്കിലേക്ക് ഒരു 2.5 ഇഞ്ച് ബാക്ക് നിൽക്കുക. ബാക്കിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇത് നമുക്കിത് വീനെക്കായിട്ടാണ് അത് എടുക്കേണ്ടത്. വീനെക്കാണ് നമ്മളിത് താഴേക്ക് ഇതാ ഇങ്ങനെ 6 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. കട്ട് ചെയ്യാം. ഈ യൂണിഫോമിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചെരിച്ചാണ് ഈ യൂണിഫോമിൻ്റെ കട്ടിങ് വരിക. അതായത് വലത് സൈഡിലേക്ക് ഇതാ ഇങ്ങനെ ഒരു ചെരിച്ചൊരിതാണ്. നമുക്കത് ചെരിച്ചുള്ള ഇത് ഇങ്ങനെ കൊടുക്കാം. ഇതിങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും അടയാളപ്പെടുത്തി ഫ്രണ്ടും നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി അടിവശത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 20 ഇഞ്ചാണ് ലെങ്ത്. 20 ഇഞ്ച് പതിനെട്ടരയുള്ളൂ. അങ്ങനെ മടക്കും 18 നമുക്ക് കിട്ടുള്ളൂ. പിന്നെ എടുത്ത് നേരെ തിരിച്ച് മടക്കാം.
കിട്ടുമെന്ന് നമുക്ക് നോക്കാം. പതിനെട്ട് ഇഞ്ചേ കിട്ടുന്നുള്ളൂ. നമുക്ക് തുണി വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഈ 18 ഇഞ്ച് കട്ട് ചെയ്യാം. 20 ഇഞ്ചാണ് വേണ്ടത്, പക്ഷെ ഇത്രയും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് 18 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഇറക്കം കുറയും. വേറെ തുണി ഇല്ല. ഇതിനു മുമ്പ് ഒരു യൂണിഫോം തയ്ച്ച് കഴിഞ്ഞതുകൊണ്ട് ഇത് കഴിഞ്ഞതാണ്. നമുക്ക് അതുകൊണ്ട് ബാലൻസ് ഉള്ള തുണിയിൽ ഇത്തിരി ഇറക്കം കുറവാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഞൊറി കടിക്കാന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഞൊറി കൊടുക്കും. അങ്ങനത്തെ ഒരു ഞൊറിയാണ് വരിക. അപ്പോൾ നമുക്കത് തയ്ക്കുമ്പോൾ കാണാം.